ഇവിടെ ഇപ്പോൾ നമ്മൾ സ്കൂളിന്റെ വീഴ്ച പറഞ്ഞു, KSEBയുടെ കാര്യം കൂടി നോക്കണം. ഇന്നിപ്പോൾ KSEBയുടെ തന്നെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ നിലയിൽ തറനിരപ്പിൽ നിന്ന് 4.6 മീറ്റർ ഉയരം വേണം വൈദ്യുതി കമ്പിക്ക്, നിലത്ത് നിന്ന് 4.6 മീറ്റർ ഉയരം വേണം കമ്പിക്ക്. പക്ഷേ ഇവിടെ സ്കൂളിന്റെ കോമ്പൗണ്ടിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ആ കമ്പിക്ക് തറനിരപ്പിൽ നിന്നുള്ള അകലം ഇല്ല, അത്ര അകലം ഇല്ല, 4.2 മീറ്ററേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഈ ഇരുമ്പ് ഷീറ്റ് ഇട്ട ഈ സൈക്കിൾ ഷെഡ് ഉണ്ടല്ലോ, അത് അനധികൃതമായി പണിതതാണ്, അനുമതിയില്ലാതെ പണിതതാണ് എന്ന് വൈദ്യുത ബോർഡ് പറയുമ്പോഴും അപ്പോൾ വൈദ്യുത ബോർഡ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇരുമ്പ് ഷീറ്റും ലൈനും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 1 മീറ്ററിൽ താഴെയാണ്. കൃത്യമായി പറഞ്ഞാൽ 0.88 മീറ്റർ ആണ് ലൈൻ കമ്പിയും ഈ റൂഫും തമ്മിലുള്ള വ്യത്യാസം, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അപകടമുണ്ടാക്കുന്ന വൈദ്യുതി പ്രസരിക്കുന്ന ഒരു വൈദ്യുതി കമ്പി ഇരുമ്പ് ഘടിപ്പിച്ച, ഇരുമ്പിന്റെ മേൽക്കൂരയുള്ള ഒരു റൂഫിന് തൊട്ട് താഴെ കൂടി കടന്നു പോയായിരുന്നു. ആ കെട്ടിടം എന്ന് പറയുന്നത് ഒരു സ്കൂളിന്റെ സൈക്കിൾ ഷെഡായിരുന്നു. ഇത് ഇത്രയും വലിയ അനാസ്ഥയൊക്കെ ഇത്രയും കാലം ലോകത്തെവിടെയെങ്കിലും നടക്കുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ മരണത്തിന് ആരെ കുറ്റം പറയണം? പക്ഷേ ഇപ്പൊ ഈ മിഥുന്റെ അകാല മരണത്തിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യം, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിച്ചു. അപ്പൊ ഈ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ അഭിലാഷ് വാസ്തവത്തിൽ ആ വികാരം വളരെ നന്നായി പ്രതിഫലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത ഭാഷകളിൽ അത് പറയുകയുണ്ടായി. അതിൽ കൂടുതലൊന്നും യഥാർത്ഥത്തിൽ പറയാനില്ല. അതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാരണക്കാരാരാണ്, അതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്, അതിൽ നമ്മുടെ മന്ത്രിമാരുടെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റം, അതെല്ലാം നമ്മുടെ വിഷമത്തിന്റെ കാര്യമാണ്. ആ കുഞ്ഞിന്റെ മരണം പോലെ തന്നെ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകൾ അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടുന്ന ഒരു സമീപനമാണോ എന്നൊക്കെ ഉള്ളത് അവര് പരിശോധിക്കേണ്ട ധാർമ്മികമായ കാര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം, നമ്മളിപ്പോ ഈ ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പൊ നമ്മൾ നേരത്തെ സുൽത്താൻ ബത്തേരിയിലെ ഷഹല എന്ന പെൺകുട്ടി സ്കൂളിനകത്ത്, ക്ലാസ് റൂം മുറിക്കകത്ത് പാമ്പ് കടിയേറ്റ് മരിച്ച ആ ദുഃഖസ്മരണ ഇപ്പോഴും നമ്മുടെ മനസ്സുകളിലുണ്ട്. ഇപ്പൊ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അത് വ്യത്യസ്തമായ മറ്റൊരു രൂപത്തിലാണെന്ന് മാത്രം. അപ്പൊ അവിടെ അനാസ്ഥ ഏത് ഭാഷയിലാണ് പറയേണ്ടത്? അനാസ്ഥ, ഉത്തരവാദിത്തരാഹിത്യം, ഇൻസെൻസിറ്റീവ്, അങ്ങനെ പല ഭാഷകൾ നമുക്ക് അതിനെ അപലപിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അപലപിക്കേണ്ടതുണ്ട്. കാരണം ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷകരാണ് ഈ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എന്നവര് എപ്പോഴും പേർത്തും അവകാശപ്പെടുന്നു. നമ്മളെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ പറയുന്ന സർക്കുലറുകൾ സ്കൂളുകൾക്ക് നൽകാറുണ്ട്. പൊതുവിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക്, അപ്പൊ അവരുടെ യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ എടുക്കേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ പലതരം കാര്യങ്ങൾ ഇറക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കടലാസിൽ മാത്രമാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അതിലൊരു മോണിറ്ററിംഗ് നടക്കുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, രമേന്ദ്ര സാർ പറഞ്ഞതുപോലെ, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അധ്യാപകരാണ് എന്ന് ഞാൻ കരുതുന്നില്ല, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം അത് അധ്യാപകർക്ക് ഉത്തരവാദിത്വം മാത്രമല്ല, നേരത്തെ അഭിലാഷ് പറഞ്ഞതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കുട്ടി സിസ്റ്റം ഫെയിൽ ചെയ്തിരിക്കുന്നു. സിസ്റ്റമാണ് ഇതിന്റെ ഈ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ സംവിധാനം, ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ നോക്കാൻ ഉത്തരവാദപ്പെട്ടവർ, ഇതിന്റെ ബിൽഡിംഗ് കെട്ടിയവർ, ഇലക്ട്രിസിറ്റി ബോർഡ്, അത് മോണിറ്റർ ചെയ്യേണ്ടുന്നവർ, സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ്, ഇതെല്ലാം കൂടി ചേരണം. അപ്പൊ ഇതെല്ലാം ഇവരെല്ലാവരും പ്രതികളാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഈ പറയുന്നവരാരും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നു. നമ്മൾ ഓരോ തവണയും ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാവില്ലായിരുന്നു, ഇതുപോലെ ഒരു കുടുംബത്തിന് കണ്ണീര് കുടിക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് അതിലെ അടിസ്ഥാനപരമായ കാര്യം.